നമസ്കാരം. CPM-നെ പ്രതിരോധത്തിലാക്കി അരങ്ങൊഴിയാതെ TP കേസ് വിവാദം തുടരുന്നതിനിടെ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് CPM സഖാക്കന്മാർ. ജാമ്യം പോലും അനുവദിക്കാതെയുള്ള കഠിന തടവാണ് ഇവർക്കെന്ന് വിധിയെഴുതിയ കോടതിയെ പോലും ചോദ്യം ചെയ്യാനാണ് കേസിലെ പ്രതികളായ സഖാക്കന്മാർ തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേസിൽ കുറ്റവാളികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തത്തെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയത്. അപ്പീൽ നൽകിയതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം വിവാദമാകുന്നതിനിടെയാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരാണ് ഇക്കണക്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഇത് സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നതാണ് ഹർജി. 12 വർഷമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബു, KK കൃഷ്ണൻ എന്നിവരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെയാണ് ഇവർ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിടുകയായിരുന്നു. എന്നാലും CPM-ന്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ പേരിൽ ദയനീയമായി കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ മരണത്തിന്റെ പേരിൽ പാർട്ടി തോറ്റിട്ട് പോലും പാർട്ടിയിലെ സഖാക്കന്മാർ പാഠം പഠിക്കില്ല എന്നത് ഒന്നുകൂടെ ആവർത്തിക്കപ്പെടുകയാണ്. നിയമസഭയിലടക്കം പ്രധാന ചർച്ചാ വിഷയമായി TP കേസ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പ്രതികളുടെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള നീക്കത്തിലും CPM-നെ കടുത്ത പ്രതിരോധത്തിലാക്കി ആഭ്യന്തര വകുപ്പിന്റെ വൻ വീഴ്ച എന്നടക്കമാണ് നിയമസഭയിൽ ഉയരുന്ന വിമർശനങ്ങൾ. ഹോം സെക്രട്ടറിയും നിയമമന്ത്രിയും വരെ തടയിട്ടിട്ടും പ്രതികളെ വിട്ടയക്കാനുള്ള ശുപാർശ ലിസ്റ്റിൽ പോലീസിന്റെ തുടർ നടപടി അക്ഷരാർത്ഥത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഉത്തരം മുട്ടിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിലും തെറ്റുതിരുത്തൽ ചർച്ചകളിലും ഏറ്റവും അധികം പഴികേട്ടത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയായിരുന്നു. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മറ്റാരോ ആണെന്ന വിമർശനം വരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ ചൂടാറും മുൻപാണ് TP കേസിലെ പ്രഹരം കൂടി ഉണ്ടായിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തൽക്കാലം കൈ കഴുകിയെങ്കിലും പാർട്ടിയാകെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യം. അനർഹരെ ഒഴിവാക്കണമെന്ന ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ജൂൺ 3-നാണ് കത്തയച്ചത്. ജൂൺ 13-ന് ജയിൽ വകുപ്പും പിന്നാലെ പോലീസും തുടർ നടപടി സ്വീകരിച്ചിരുന്നു. സർക്കാർ നിലപാട് നിയമമന്ത്രി വ്യക്തമാക്കിയിട്ടും വിട്ടയക്കൽ ശുപാർശയുമായി പോലീസ് മുന്നോട്ടു പോയത് നിയമസഭയ്ക്കകത്ത് സ്പീക്കറെ പോലും പ്രതിരോധത്തിലാക്കി. ആഭ്യന്തര വകുപ്പിന് മുകളിൽ പറക്കുന്ന പരുന്ത് ആരാണെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഇതിനെല്ലാം ഉത്തരം പറയേണ്ടുന്ന ആഭ്യന്തര വകുപ്പ് ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന സാഹചര്യവും